ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ് ആണ്, അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ കാണാൻ പോകുന്നത് എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, അതിൻ്റെ ഷേപ്സ് ആണ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ളത്. പിന്നെ എഫ് ഓർബിറ്റലിൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം പഠിക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഷേപ്സ് ഓഫ് ഓർബിറ്റൽസിൽ ഫസ്റ്റ് നമ്മൾ എസ് ഓർബിറ്റലിൻ്റെ കേസാണ് പറയുക. നമുക്കറിയാം എസ് ഓർബിറ്റൽസിൻ്റെ കേസിൽ എൽ വാല്യൂ, എൽ എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചിരുന്നു അല്ലേ. ക്വാണ്ടം നമ്പേഴ്സിൽ എന്താണ് എല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എൽ വാല്യൂ 0 വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും എം എൽ വാല്യൂ എന്തായിരിക്കും? എം എൽ വാല്യൂവും 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു എൽ വാല്യൂ എന്ന് പറയുന്നത് അസിമ്യൂത്തൽ അല്ലെങ്കിൽ ആംഗുലാർ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ എൽ വാല്യൂ ശരിക്കും നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസാണ് തരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൽ വാല്യൂ ഡിറ്റർമിൻസ് ദ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ എൽ വാല്യൂ 0 ആണ്. 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ എസ് ഓർബിറ്റലിൻ്റെ കേസാണ് പറയുന്നത് നമുക്കറിയാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ എസ് ഓർബിറ്റലാണ്. അപ്പോൾ ഇവിടെ എൽ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം എൽ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അതിൻ്റെ കേസും ഇവിടെ 0 തന്നെയാണ് വരിക. കാരണം എം എൽ വാല്യൂ കണ്ടുപിടിക്കുന്നതിൻ്റെ മെത്തേഡ്സൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എം എല്ലിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരേ ഒരു വാല്യൂവേ എം എല്ലിനുള്ളൂ. അപ്പോൾ എം എല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓറിയൻറ്റേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാനായിട്ട് കഴിവുള്ളവയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇവിടെ എൽ വാല്യൂ അല്ലെങ്കിൽ ഒരു എം എൽ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ദെയർ ഈസ് ഓൺലി വൺ പോസിബിൾ ഓറിയൻറ്റേഷൻ ഫോർ എസ് ഓർബിറ്റൽസ്. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഓറിയൻറ്റേഷനെ ഉള്ളത് കൊണ്ട് തന്നെ അവ സ്ഫെറിക്കലി സിമെട്രിക്കൽ എന്ന് പറയും. ഒരേപോലെ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ സിമെട്രിക്കൽ, എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും അതിൻ്റെ ആ ഒരു ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പം സിമെട്രിക്കൽ എന്നാണ് നമ്മൾ വേർഡ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ എന്നുള്ള മീനിങ് ആണ് സിമെട്രിക്കലിന്. അപ്പോൾ സ്ഫെറിക്കലി സിമെട്രിക്കൽ എന്നാണ് നമ്മൾ എസ് ഓർബിറ്റലിനെ പറ്റി പറയുക. ദെൻ അവിടെ ഒരു പ്ലോട്ട് തന്നിട്ടുണ്ട്. ദ പ്ലോട്ട്സ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, അത് നമ്മൾ സൈ എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് സൈ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചുകൊള്ളും. ഇപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലെറ്ററാണ് സൈ സ്ക്വയർ. അപ്പോൾ സൈ സ്ക്വയർ എഗെയിൻസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ആർ for 1s and 2s atomic orbitals are given below. അപ്പോൾ അവിടെ 2 ഫിഗറാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ 2 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു എക്സ് ആക്സിസിൽ ആറാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ആണ് അവിടെ ആ ഒരു 6 വെച്ച് ഡിനോട്ട് ചെയ്യുക. ദെൻ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് സൈ സ്ക്വയർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ക്ലൗഡ്, എന്തുമാത്രം ഇലക്ട്രോണിൻ്റെ ആ ഒരു പ്രസൻസ് എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോബബിലിറ്റിയാണ് അവിടെ സൈ സ്ക്വയർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ സൈ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷനാണ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രോൺ വേവ്. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയുക. ഫോർ 1s ഓർബിറ്റൽ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് മാക്സിമം അറ്റ് ദി ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആർ. അവിടെ 1s ഓർബിറ്റലിൻ്റെ കേസ് നോക്കുമ്പോൾ ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി മാക്സിമം കാണുന്നത് ന്യൂക്ലിയസിലായിരിക്കും. ന്യൂക്ലിയസിൽ നിന്ന് അല്ലെങ്കിൽ ആറിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അതേസമയം 2s ഓർബിറ്റലിൻ്റെ കേസിൽ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫസ്റ്റ് ഡിക്രീസസ് ഷാർപ്ലി ടു 0 ആൻഡ് അഗെയിൻ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. After reaching a small maximum, it decreases again and approaches 0 as the value of r increases. അപ്പോൾ ആ ഒരു ഗ്രാഫ് നോക്കിയാൽ ഫസ്റ്റ് അത് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഡിക്രീസ് ചെയ്ത് 0-ലെത്തുന്നു. 0-ലെത്തിയതിന് ശേഷം അത് വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുകയും ഒരു പർട്ടിക്കുലർ ഒരു സ്മോൾ മാക്സിമം വാല്യൂ എത്തിയിട്ട് വീണ്ടും അത് ഡിക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞല്ലോ, ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിനെ കാണാനുള്ള ആ ഒരു സാധ്യതയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദ റീജിയൻ വെയർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി that is psi square reduces to 0 is called nodal surface or node. അപ്പം ഒരു പുതിയ ടേം വരികയാണ്, നോഡ് അല്ലെങ്കിൽ നോഡൽ സർഫസ് എന്ന് പറയും. നോഡൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ കാണാനായിട്ട് സാധ്യത തീരെ ഇല്ലാത്ത മേഖലയാണ് നോഡൽ അല്ലെങ്കിൽ നോഡൽ സർഫസ് അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറയുക. അപ്പോൾ 1s ഓർബിറ്റിൽ നമ്മൾ എടുത്താൽ there is no node. 1s ഓർബിറ്റലിൻ്റെ പ്രത്യേകത എന്താ? ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും അടുത്തായിരിക്കും അവിടുത്തെ ഇലക്ട്രോൺസ് സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 1s ഓർബിറ്റലിൻ്റെ കേസ് പറയുമ്പോൾ there is no node എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. then 2s ഓർബിറ്റലിൻ്റെ കേസിൽ there is only one node. for 3s orbital there are 2 nodes and so on. in general, for an ns orbital there are n-1 nodes. നമ്മൾ s ഓർബിറ്റലിൻ്റെ കേസ് എടുക്കുമ്പോൾ ns ഓർബിറ്റലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ n-1 നോട്ട്സ് ആണ് കാണാനായിട്ട് സാധിക്കുക. all the s orbitals are spherically symmetrical. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, spherically symmetrical ആണ്. and their size increases with increase in n. നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് 1s സൈസ് ആയിരിക്കില്ല 2s ഓർബിറ്റലിന്, 2s സൈസ് ആയിരിക്കില്ല 3s, അതിനേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പം വലുതായി വരും. ദ ബൗണ്ടറി സർഫസ് ഡയഗ്രാം അത് അവിടെ തന്നിട്ടുണ്ട്. 1s 2s 3s ഓർബിറ്റൽസിൻ്റെയൊക്കെ ആ 3 ഓർബിറ്റൽസിൻ്റെ ഡയഗ്രാം അവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് നോട്ട്സ്, നോഡൽ പ്ലെയിൻസ് അല്ലെങ്കിൽ നോഡൽ സർഫസും കൂടി പഠിക്കേണ്ടതാണ്. ഓക്കെ, ഒന്നിലും എത്ര നോട്ട്സ് കാണുന്നു എന്നുള്ളത് ആ n-1 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുന്നത് പി ഓർബിറ്റൽസിൻ്റെ കേസാണ്. പി ഓർബിറ്റലിൻ്റെ കേസിൽ ഫോർ പി ഓർബിറ്റൽസ് L ഈസ് ഈക്വൽ ടു 1. സോ ML വാല്യൂ എന്ന് പറയുന്നത് -1, 0, +1. ദാറ്റ് ഈസ് there are 3 possible orientations for p orbitals. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു MLൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓറിയൻറ്റേഷൻ നമ്മൾ തീരുമാനിക്കുക. പി ഓർബിറ്റൽസിനപ്പം 3 ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം അത് ഏതൊക്കെയാണ്? PX, PY ആൻഡ് PZ 3 ഡയറക്ഷനിലേക്കും ഉള്ള ഓറിയൻറ്റേഷൻസ് പോസിബിളാണ്. പിന്നെ ഈച്ച് പി ഓർബിറ്റൽ കൺസിസ്റ്റ് ഓഫ് 2 lobes. നമ്മൾ പി ഓർബിറ്റലിൻ്റെ ഫിഗർ നോക്കുകയാണെങ്കിൽ അവിടെ 2 ലോബുകളാണ് ഉള്ളത്. 2 ലോബ്സ് ആണുള്ളത്. ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഈസ് 0 ഓൺ ദി പ്ലെയിൻ വെയർ ദ 2 ലോബ്സ് ടച്ച് ഈച്ച് അതർ. അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ആ 2 ലോബും കൂടി ചേരുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് അവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ നമ്മൾ നോക്കിയാൽ അത് 0 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് അവിടെ തീരെ ചാൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇലക്ട്രോണിനെ കാണാൻ ചാൻസ് ഇല്ലാത്ത മേഖലയാണ്. നമ്മൾ പറഞ്ഞല്ലോ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്ന അതാണ്, അല്ലെങ്കിൽ സൈ കൊണ്ട് സൂചിപ്പിക്കുന്ന അതാണ്, സൈ സ്ക്വയർ കൊണ്ട്. അപ്പോൾ ഇവിടെ ആ 2 ലോബും കൂടി ചേരുന്ന ഭാഗത്ത് 0 ആയിരിക്കും അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ എന്ന് പറയുക. ദെൻ ദ സൈസ് ആൻഡ് എനർജി ഓഫ് ദി 3 ഓർബിറ്റൽസ് ആർ ഐഡൻറ്റിക്കൽ. അപ്പോൾ അതിൻ്റെ സൈസും ഷേപ്പും എല്ലാം ഐഡൻറ്റിക്കലാണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിക്കലാണ്.
പിന്നെ അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം അതിൻ്റെ ആ ഓറിയൻറ്റേഷനിലുള്ള ഡിഫറൻസ് മാത്രമേ അതിനുള്ളൂ. ദേ ഡിഫർ ഓൺലി ഇൻ ദ ഓറിയൻറ്റേഷൻസ് ഓഫ് ദി ലോബ്സ്. ഒരെണ്ണം എക്സ് ആക്സിസിലായിരിക്കും, ഒരെണ്ണം വൈ ആക്സിസിലായിരിക്കും, ഒരെണ്ണം ഇസഡ് ആക്സിസിലായിരിക്കും. അപ്പോൾ ആ ലോബ്സിൻ്റെ ഓറിയൻറ്റേഷനിൽ മാത്രമേ അവിടെ വ്യത്യാസം ഉണ്ടായിരിക്കുകയുള്ളൂ. For px orbital, the lobes are along the x-axis. For py, the lobes are along the y-axis, and for pz, they are along the z-axis. Then ആ പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമ്മൾ പറയുന്ന പേര് ഡംബൽ ഷേപ്പ് എന്നാണ്. അപ്പോൾ പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? ഡംബൽ ഷേപ്പാണ്, ഡംബൽ. ഓക്കെ. പിന്നെ അതിൻ്റെ അകത്ത് ദി നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് ഫോർ പി ഓർബിറ്റൽ ആർ ഗിവൺ ബൈ n-2. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റേഡിയൽ നോട്ട് ഈസ് 1 for 3p orbital, 2 for 4p orbital ആൻഡ് സോ ഓൺ. അപ്പം അവിടെ റേഡിയൽ നോഡ് എന്ന് പറയുന്ന ഒരു ടേം, റേഡിയൽ നോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ സർഫസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് 0. അതിനെയാണ് നമ്മൾ റേഡിയൽ നോഡ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആയിരിക്കുന്ന ആ ഒരു സ്ഫെറിക്കൽ സർഫസിനെയാണ് നമ്മൾ റേഡിയൽ നോഡ് കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേഡിയൽ നോഡും ഇൻക്രീസ് ചെയ്യും. പി ഓർബിറ്റലിൻ്റെ റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്നത് n-2 എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ്റെ ബേസിസിലാണ്. അപ്പം ഇവിടെ 3p ഓർബിറ്റലിൻ്റെ കേസിൽ n എത്ര വരും? 3 ആണ് n വരിക. അപ്പം 3 - 2 വരുമ്പം എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ. അതുപോലെ 4p ഓർബിറ്റലിൻ്റെ കേസിലോ 4 - 2 വരും. അപ്പോൾ എത്ര റേഡിയൽ നോട്ട്സ് വരും? 2 റേഡിയൽ നോട്ട്സ് ആർ ദെയർ. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. അപ്പം റേഡിയൽ നോഡ് കൂടാതെ അവിടെ ബിസൈഡ്സ് ദ റേഡിയൽ നോട്ട്സ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻസ് ഫോർ ദി NP ഓർബിറ്റൽസ് ആർ 0 അറ്റ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ന്യൂക്ലിയസ്. അപ്പം ഇതുകൂടാതെ ഈ പ്ലെയിൻ പാസ് ചെയ്യുന്ന, അതായത് ഒറിജിൻ ന്യൂക്ലിയസിൽ കൂടി പാസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന ഒറിജിൻ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഒക്കെ വരയ്ക്കുമ്പം അതിൻ്റെ ഒറിജിൻ മാർക്ക് ചെയ്യില്ലേ? അപ്പോൾ ആ ഒറിജിൻ്റെ ആ ഒരു പോർഷനിൽ, ആ പ്ലെയിനിൽ, ആ പർട്ടിക്കുലർ പ്ലെയിനിൽ അവിടെ ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ 0 ആയിരിക്കും. നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് PZ ഓർബിറ്റൽ XY പ്ലെയിൻ ഈസ് എ നോഡൽ പ്ലെയിൻ. These are called the angular nodes and the number of angular node is given by L. അപ്പം അവിടെ L വെച്ചിട്ടാണ് ഈ ആംഗുലാർ നോഡെന്ന് പറയുന്ന ആ ഒരു ടേം സൂചിപ്പിക്കുക. അപ്പോൾ ഈ ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞാൽ എ പ്ലെയിൻ ദാറ്റ് പാസിങ് ത്രൂ ദി ന്യൂക്ലിയസ്, അത്രയേ ഉള്ളൂ ആംഗുലാർ നോഡ്. അവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി 0 ആണ്, അല്ലെങ്കിൽ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആംഗുലാർ നോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ L എന്ന ലെറ്ററാണ്, അല്ലെങ്കിൽ L വെച്ച് ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക, ആംഗുലാർ നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് എന്ന് പറയുന്നത് n-L-1. നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് n-L-1. അപ്പോൾ n-1 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ആണ്. അതുപോലെ നമ്പർ ഓഫ് ആംഗുലാർ നോഡ് എന്ന് പറയുന്നതാണ് L. ഓക്കെ. അപ്പം റേഡിയൽ നോഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് നോട്ട്സ് മൈനസ് ആംഗുലാർ നോട്ട്സ്. അപ്പോൾ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് n-1 വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് മൈനസ് L, ആംഗുലാർ നോഡ് L വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം, അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിരിക്കണം. 2px, 2py, 2pz. അത് ഓർക്കേണ്ട കാര്യം, ആ ലോബ്സ് വരുന്നത് എക്സ് ആക്സിസിലാണ് എങ്കിൽ അത് px ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ വൈ ആക്സിസിലാണ് എങ്കിൽ അത് py ആയിട്ടും, ഇസഡ് ആക്സിസിലാണെങ്കിൽ pz ആയിട്ടും ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.